നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് എടുത്ത ട്രേഡ്, അതിൻ്റെ ജേണൽ, അത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഒരേ ഒരു കാര്യമാണ്, അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ഏതൊരു സ്ട്രാറ്റജി എടുത്താലും ആ ഒരു സ്ട്രാറ്റജിയും എല്ലാ മാർക്കറ്റിലും ഒരേപോലെ വർക്ക് ചെയ്യുകയും 100% റിസൾട്ട് തരികയും ഒന്നും ചെയ്യില്ല എന്ന് ബൈ ഡിഫോൾട്ട് നമുക്കറിയാം. അതർവൈസ് ഒരു സ്ട്രാറ്റജിക്ക് 10% അതിൽ താഴെ മാത്രം വെയിറ്റേജ് നമ്മൾ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ കൽപ്പിച്ച് കൊടുക്കേണ്ടതുള്ളൂ. ബാക്കി ബഹുഭൂരിഭാഗവും നമ്മൾ മാത്തമാറ്റിക്കൽ സൈഡ്, ട്രേഡിംഗ് എഡ്ജ് വെച്ച് ട്രേഡ് എടുത്ത് ട്രേഡിനെ വിജയിപ്പിക്കാൻ വേണ്ടുന്ന ഒരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്ത് അതിനെ ഫോളോ ചെയ്ത് അതിൽ നമ്മൾ എക്സ്പെർട്ടായാൽ മാത്രമേ ട്രേഡിങ്ങിൽ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതല്ല, സ്ട്രാറ്റജി ആയിരുന്നു പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ നിങ്ങൾക്കറിയാം, ഏതൊരു സ്ട്രാറ്റജിയും കൂടിപ്പോയാൽ 10-15 ദിവസത്തിനുള്ളിൽ ഒരാൾക്ക് ബൈഹാർട്ടാക്കി എടുക്കാനും അത് വെച്ച് ട്രേഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു സ്ട്രാറ്റജി മാത്രം കൊണ്ട് വിജയിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഇത്രയും അധികം ആൾക്കാർ ട്രേഡിങ്ങിൽ തോറ്റു പോകേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ സ്ട്രാറ്റജിയെപ്പറ്റി പഠിക്കുമ്പോൾ മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള സ്വഭാവവും ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി കൂടുതൽ എഫക്റ്റീവ് ആകുക, ആ പർട്ടിക്കുലർ മാർക്കറ്റിൽ മറ്റുള്ള സ്ട്രാറ്റജികൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇനി മാർക്കറ്റിൻ്റെ ബഹുഭൂരിഭാഗം ടൈപ്പ് ഓഫ് സ്വഭാവത്തിലും നമ്മുടെ സ്ട്രാറ്റജി എങ്ങനെയാണ് റിസൾട്ട് തരുന്നത്, എത്ര പെർസെൻറ്റേജ് വിൻ റേഷ്യോ ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് മാർക്കറ്റ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു വർഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 365 ദിവസത്തിൽ ട്രേഡിംഗ് ഡേയ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഏകദേശം 200 ഇല്ലെങ്കിൽ മാക്സിമം ഒരു 240 ദിവസങ്ങളായിരിക്കാം. ബാക്കിയുള്ള ദിവസങ്ങൾ അവധി ദിവസങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടാവും. ഒപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് നമ്മളൊരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ കാണിച്ചു തന്ന് പോകേണ്ടത് കൊണ്ട് വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടിപ്പോയേക്കാം. എനിവേ, നമ്മൾ മറ്റുള്ള വീഡിയോകൾ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് എഫർട്ട് ഇതിനകത്ത് കൂടുതൽ ഇടേണ്ടി വരുന്നുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. സോ ദാറ്റ് നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്തിട്ട് മുന്നിലേക്ക് തുടർന്ന് കാണുക എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യുക. ഇനി ഇത് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് അധികം ആരും യൂട്യൂബിൽ ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ലാത്തതാണ്. സോ ദാറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സോ ഇതറിയാൻ താല്പര്യപ്പെടുന്ന മറ്റാർക്കെങ്കിലോ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതും ഒരുപക്ഷെ നല്ലതായിരിക്കും. അപ്പോൾ ടൈപ്പ് ഓഫ് മാർക്കറ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് മാർക്കറ്റാണ് പൊതുവിൽ പറയാവുന്നത്: ട്രെൻഡിങ് മാർക്കറ്റ്, സൈഡ് വൈസ് മാർക്കറ്റ്. ഇവിടെ നമ്മൾ ട്രെൻഡിങ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ, അതായത് 200 ദിവസം ഒരു വർഷത്തിൽ നമുക്ക് മിനിമം ട്രേഡിംഗ് ഡേയ്സ് കിട്ടും എന്ന് കരുതിയാൽ ട്രെൻഡിങ് ഡേയ്സ് എന്ന് നമുക്ക് പറയാവുന്നത് 30% വരുന്നുള്ളൂ. അതായത് 60 ദിവസമാണ് ഏകദേശം ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 60 ദിവസത്തോളമാണ് ട്രെൻഡിങ് ഡേയ്സ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് 70% ദിവസങ്ങളും, അതായത് 140ഓളം ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൈഡ് വൈസ് മാർക്കറ്റാണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാർക്കറ്റിൽ ഓൾറെഡി 2 ടൈപ്പ് മാർക്കറ്റ്, അതിൽ തന്നെ ബഹുഭൂരിഭാഗവും 50% എന്നല്ല 70%ഓളം സൈഡ് വൈസ് മാർക്കറ്റ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആർക്കായിരിക്കും കൂടുതൽ ഏൺ ചെയ്യാനുള്ളൊരു സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായം ഉണ്ടാവാം തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എടുത്തു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ സൈഡ് വൈസ് മാർക്കറ്റിൽ എന്തായാലും ബൈ ആൻഡ് ഹോൾഡ് ചെയ്യുന്നവർക്ക് കാര്യമാത്രമായ ഒരു റിസൾട്ട്, റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയില്ല. നേരെ മറിച്ച് ഡേ ടു ഡേ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 2% മാർക്കറ്റ് ലോ ടു ഹൈ അതിൻ്റെ ടോട്ടൽ ഒരു ചേഞ്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ കണ്ടിന്യൂസ് വരുന്ന ദിവസങ്ങളുടെ എണ്ണം കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സൈഡ് വൈസ് മാർക്കറ്റ് ഒരു വർഷം മുഴുവൻ ഒരു പർട്ടിക്കുലർ റേഞ്ചിനുള്ളിൽ തന്നെ സ്റ്റോക്ക് നിന്നാലും ഡേ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മികച്ചൊരു പ്രോഫിറ്റ് ലോങ് ടൈം ബൈ ആൻഡ് ഹോൾഡ് ചെയ്യുന്ന ആളേക്കാൾ കൂടുതൽ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുകയും ഷെയർ മാർക്കറ്റിലുള്ള കംപ്ലീറ്റ് ട്രേഡിങ്ങുകളും നമ്മൾ ഡേ ട്രേഡായിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രെൻഡിങ് ഡേയ്സിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ റിവേഴ്സൽ സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണെങ്കിൽ?
ട്രെൻഡിങ് ഡേയ്സിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലോസ് വരാൻ സാധ്യതയുള്ളത് റിവേഴ്സൽ സ്ട്രാറ്റജി ഉപയോഗിക്കുമ്പോൾ. ദാറ്റ് മീൻസ് ടോട്ടൽ ട്രേഡിംഗ് ഡേയ്സിൽ ഒരു 30% ബൈ ഡിഫോൾട്ട് ട്രെൻഡിങ് ഡേയ്സ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലോസ് സംഭവിക്കാം. ഇനി നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളത് ഈ സൈഡ് വേസ് മാർക്കറ്റിലാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളത്. ഒപ്പം തന്നെ ഒരു കാര്യം നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ചെയ്തപ്പോൾ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ട്രെൻഡ് ഫോളോവിങ് സ്ട്രാറ്റജി നമ്മൾ നമ്മുടെ ചാനലിൽ ധാരാളം ദിവസങ്ങളിൽ ആ സ്ട്രാറ്റജി വെച്ച് നമ്മൾ ട്രേഡ് എടുത്തതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരു മാസത്തിൽ നല്ല ശതമാനം ദിവസങ്ങൾ, മോശമല്ലാത്ത ശതമാനത്തോളം ദിവസങ്ങൾ നമുക്ക് ട്രേഡേ എടുക്കാൻ പറ്റിയില്ല. കാരണം ട്രെൻഡിങ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അതിനൊരു ട്രെൻഡ് ഫോളോ ചെയ്യണം. സോ ദാറ്റ് നമുക്ക് അത് ട്രെൻഡായി എന്ന് കൺഫേം ചെയ്തിട്ടേ ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. സപ്പോസ് ഒരു സൈഡ് വേസ് ഡേ ആണെന്നുണ്ടെങ്കിൽ ആ ദിവസം നമുക്ക് ഒരു ട്രെൻഡും കാണാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രാറ്റജി റൂൾ പ്രകാരം നമുക്കൊരു എൻട്രിയെ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ 30 ദിവസം ഒരു മാസം ഉണ്ടെങ്കിൽ 20 ദിവസം ട്രേഡിംഗ് ഡേയ്സിൽ നമുക്ക് ധാരാളം ദിവസങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ ട്രേഡ് ചെയ്യാതിരുന്ന സെയിം ഡേയ്സ് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഒരു ദിവസം പോലും ട്രേഡ് എടുക്കാതിരിക്കേണ്ടി വന്നിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് പോസിബിലിറ്റി ഓഫ് നമ്പർ ഓഫ് ട്രേഡ് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത് ട്രെൻഡ് റിവേഴ്സൽ എടുക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് ട്രേഡ് ചെയ്യുന്നു മീൻസ് ഓവർ ട്രേഡിംഗ് അല്ല നമ്മൾ ഉദ്ദേശിച്ചത്, ഒരു ദിവസം ഒരു ട്രേഡ്. എല്ലാ ദിവസവും അങ്ങനെയാണെങ്കിൽ ഒരു ട്രേഡ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ 200 ദിവസം എടുക്കുമ്പോൾ ട്രെൻഡിങ് ട്രേഡ് എടുക്കുന്ന ആൾ ധാരാളം ദിവസം ട്രേഡ് എടുക്കാത്തത് കൊണ്ട് തന്നെ അയാളുടെ പ്രോഫിറ്റ് ഡേയ്സ് കുറവായിരിക്കും. മറിച്ച് റിവേഴ്സൽ ട്രേഡ് എടുക്കുന്ന ആൾക്ക് പ്രോഫിറ്റ് ഡേയ്സിൻ്റെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. കാരണം അയാൾ ഈ 200 ദിവസവും ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ 50% വിൻ റേഷ്യോ കിട്ടിയാൽ, ഇല്ലെ 40% വിൻ റേഷ്യോ കിട്ടുമ്പോൾ പോലും ഈ 200ൻ്റെ 40% അയാൾക്ക് കിട്ടുകയാണ്. നേരെ മറിച്ച് ട്രെൻഡ് ഫോളോവിങ് മെത്തേഡ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന ഒരാൾ ഈ 200 ദിവസം ട്രേഡ് എടുക്കാനിരുന്നാൽ എന്തായാലും 200 ദിവസം അയാൾക്ക് എൻട്രി എടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് പല ദിവസങ്ങളും സൈഡ് വൈസ് പോകുമ്പോൾ ട്രെൻഡ് കൺഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ ആ സ്ട്രാറ്റജി പ്രകാരം ഒരു എൻട്രി പോയിന്റ് പോലും കിട്ടുന്നുണ്ടാവില്ല. സോ ദാറ്റ് നമുക്ക് അന്നത്തെ ദിവസം ട്രേഡേ എടുക്കാൻ പറ്റില്ല. അപ്പം ട്രേഡ് എടുത്ത ദിവസത്തിൽ തന്നെ ഒരു 50%ഓ 40%ഓ നമുക്ക് വിൻ പ്രോബബിലിറ്റി കിട്ടേണ്ട കാര്യമുള്ളൂ ന്യായമായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കൂടുതൽ വിൻ ചെയ്യാനുള്ള ബൈ ഡിഫോൾട്ട് സാധ്യത റിവേഴ്സൽ ട്രേഡ് ഫോളോ ചെയ്യുന്ന ആൾക്ക് കൂടുതലുണ്ട്. എന്നിരുന്നാൽ പോലും ബഹുഭൂരിപക്ഷം ആൾക്കാരും ഒരുപക്ഷെ ട്രെൻഡിങ് സ്ട്രാറ്റജീസ് ആയിരിക്കാം ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ തന്നെയും ഇപ്പോഴും നമ്മൾ കൂടുതലും പറയപ്പെടുന്നതായിട്ട് കേൾക്കുന്നത് ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട്, ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്നാണ്. കേൾക്കുന്നത് അപ്പാടെ വിശ്വസിക്കാതെ അതിന് പിന്നിലെ മാത്തമാറ്റിക്സും കണക്കും എടുത്തൊന്ന് വിശദമായി പഠിച്ചാൽ മാത്രമേ ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരുപക്ഷെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആരെങ്കിലും പറയുന്നതാണോ എന്നൊരു സംശയം പോലും നമുക്ക് തോന്നിപ്പോവും. ഈ കഴിഞ്ഞ ഏകദേശം 3 വർഷത്തിനടുത്ത് വരെ ഞാനും ഈ വാക്യങ്ങളൊക്കെ നിരന്തരം കേട്ട് അതിൽ വിശ്വസിച്ച് അങ്ങനെ ട്രെൻഡ് ഫോളോവിങ് സ്ട്രാറ്റജീസൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം ട്രെൻഡ് റിവേഴ്സൽ സ്ട്രാറ്റജി ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചധികം ഒരു ഗട്ട്സും കൂടെ ആവശ്യമുണ്ട്. കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്, ട്രെൻഡായോ ഇല്ലയെന്ന് നമുക്ക് കണ്ടെത്താൻ നോക്കിയിരുന്നാൽ അത് മനസ്സിലാകും. ഏകദേശം ഇവിടെ ബ്രേക്ക് ചെയ്തു, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു, വീണ്ടും ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതൊരു ട്രെൻഡിങ്ങിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ആ സൈഡിലേക്ക് നമ്മളും എൻട്രി എടുത്താൽ മതി. നേരെ മറിച്ച് ട്രെൻഡ് റിവേഴ്സൽ എല്ലായ്പ്പോഴും നമ്മൾ എൻട്രി എടുക്കുന്നത് ഓപ്പൺ ചെയ്ത സ്ഥലത്തുനിന്ന് ഒരു വൺ ഡയറക്ഷണൽ മൂവ് കൊടുക്കുമ്പോൾ ആ മൂവിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഒരു മുൻപരിചയമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എഗെയിൻസ്റ്റ് എൻട്രി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ട്രെൻഡിങ് ഡേയ്സ് എങ്ങനെ ഇരിക്കും, അതേപോലെ റേഞ്ച് ബൗണ്ട് അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റ് എങ്ങനെ ഇരിക്കും എന്നതൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു അടയാളപ്പെടുത്തലുകൾ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് നമുക്ക് അതിലേക്കൊന്ന് വരാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്, ഇന്ന് വിസിബിളി നല്ലൊരു ട്രെൻഡിങ് ഡേ ആണ്. ഒരു സംശയവും വേണ്ട, ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും ഇത് മനസ്സിലാകും. ഇതിൻ്റെ ടോട്ടൽ മൂവ് നമ്മൾ ഇന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ലോ ടു ഇതിൻ്റെ ഹൈ വരെ ഇന്ന് കൊടുത്തിട്ടുള്ളത് ഏകദേശം 4% എബോ കൊടുത്തു. നല്ല മൂവാണ്. 1:8 വരെ ഒരാൾക്ക് നല്ല എൻട്രി എടുത്താൽ, ഇതിൻ്റെ ലോയിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരാൾക്ക്
1:8 വരെ റിസ്ക് റിവാർഡ് കിട്ടാവുന്ന ഒരു ട്രേഡാണ്. ഇനി ഇന്നത്തെ ദിവസം നമ്മളെവിടെ പോയി എൻട്രി എടുക്കും? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, നമുക്ക് ഇവിടെ ഉള്ളൊരു ഓർഡർ ബ്ലോക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താൻ പറ്റുന്ന ഈ ഒരു ഏരിയയിലാണ്. നമുക്കറിയാം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ബൈ ഓർഡർ മുകളിലേക്ക് കിട്ടിയിട്ടില്ല. സോ ദാറ്റ് ഇന്നത്തെ ദിവസം നമുക്ക് എൻട്രി കിട്ടിയില്ല. ഒപ്പം തന്നെ ഇതൊരു ട്രെൻഡിങ് ഡേ ആണ്. നമ്മളിവിടെ പറഞ്ഞു ഈ ട്രെൻഡിങ് ഡേയ്സിലാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. അത് ഇന്നത്തെ ദിവസം ഇവിടെ സംഭവിച്ചിട്ടുമുണ്ട്. കാരണം നമ്മൾ പിന്നെ മുകളിലേക്ക് ഉള്ള ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് കണ്ടെത്തിയിട്ട് അവിടെ റിവേഴ്സൽ ട്രേഡിനാണ് നമ്മൾ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാം, നമ്മൾ സപ്പോസ് ഈ ഒരു ഏരിയ, ഈ ഹ്യൂജ് വോളിയം വന്നിട്ടുള്ള ഒരു ഏരിയ നോക്കിയിട്ട് ഇവിടെയാണ് നമ്മൾ റിവേഴ്സൽ കണ്ടെത്തുന്നത് എങ്കിൽ നമുക്കിവിടെ കാണാം മാർക്കറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു, അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് തന്നെ പോവുകയാണ്. ബിക്കോസ് ഇതൊരു ട്രെൻഡിങ് ഡേ ആണ്. ഇവിടുന്ന് റിവേഴ്സ് ആവാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അത് നമുക്ക് ഈ വോളിയത്തിൽ കാണാം. ഹ്യൂജ് വോളിയം അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഇതൊരു സപ്പോർട്ടോ ഇല്ലെങ്കിൽ റെസിസ്റ്റൻസോ ആയി മാറാം. വൺസ് ഇവിടുന്ന് താഴെ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ എല്ലായ്പ്പോഴും അത് റെസിസ്റ്റൻസ് ആയിട്ടാണ് മാറാറുള്ളത്. അതർവൈസ് മുകളിൽ നിന്ന് താഴത്തേക്ക് പ്രൈസ് വരുമ്പോൾ ഇതൊരു സപ്പോർട്ടായിട്ടാണ് മാറുന്നത് എന്ന് നമുക്കറിയാം. എന്നിരുന്നാൽ പോലും വൺസ് ഈ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ, ഈ റെസിസ്റ്റൻസ് വൺസ് ബ്രേക്ക് ചെയ്താൽ ഇത് പിന്നീട് ഒരു സപ്പോർട്ടായി മാറുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ ഇവിടെ നമുക്ക് കാണാം, ഇതിനെ മാർക്കറ്റിൽ നിന്ന് ബ്രേക്ക് ചെയ്തു. ഓൾറെഡി ഇവിടെ ഹ്യൂജ് വോളിയം നടന്നിട്ടുള്ളതാണ്. അതൊരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഇതിനെ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ അത് സപ്പോർട്ടായി മാറി. പിന്നെ മാർക്കറ്റ് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഒരു പ്രക്രിയയാണ് എല്ലാ ട്രെൻഡിങ് ഡേയ്സിലും നമ്മൾ കാണുന്നത്. സോ ദാറ്റ് നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് കിട്ടി. ഇനി സൈഡ് വേസ് മാർക്കറ്റ് എന്താണെന്നും കൂടെ നമുക്കൊന്ന് പഠിക്കാം. പക്ക സൈഡ് വേസ് മാർക്കറ്റ് മനസ്സിലാക്കാൻ എന്താ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇതിൻ്റെ ലോ ടു ഹൈ മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത് വെറും 1.2% മാത്രമാണ്. എന്ന് മാത്രമല്ല, മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങിൽ നിന്ന് മാർക്കറ്റിൻ്റെ ക്ലോസിങ്ങിലേക്ക് മാർക്കറ്റ് ടോട്ടൽ കൊടുത്തിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് വെറും 0.17% ആണ്. അതായത് 55 പൈസയുടെ മൂവ് മാത്രമേ ഇവിടെ അത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കാലത്തെ ബൈ ചെയ്ത് വൈകുന്നേരം സെല്ല് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ അതർവൈസ് ഇതൊരു എന്താ പറയുക ലോങ് ടൈമിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ദിവസം മുഴുവൻ കാത്തിരുന്നാൽ അയാൾക്ക് നെറ്റ് എഫക്റ്റ് കാര്യമായി ഒന്നും കിട്ടിയിട്ടില്ല. അടുത്ത ദിവസം അത് ലോസിലേക്ക് പോയിട്ടുമുണ്ട്. ഓക്കെ, നേരെ മറിച്ച് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ കണ്ടെത്തിയിരുന്നു, ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടുന്ന് ബൈ ചെയ്യുന്ന ഒരു റിവേഴ്സൽ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, താഴത്തേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ റിവേഴ്സൽ എൻട്രി ഇവിടുന്ന് എടുത്തുവെങ്കിൽ ഇതിന് ഒരു സപ്പോർട്ടായിട്ട് ഒരു ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇവിടുന്ന് നമുക്ക് എൻട്രി കിട്ടിയാൽ നമുക്ക് അവിടുന്ന് മുകളിലേക്ക് ഒരു 1% 1:2 റിസ്ക് റിവാർഡിൽ എക്സിറ്റ് എടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈ ഒരു സൈഡ് വേസിൽ പോലും, സൈഡ് വേസ് ഡേ അത് വളരെ ചെറിയൊരു റേഞ്ചാണ്. എന്നിരുന്നാൽ പോലും അവിടെ പോലും നമുക്കൊരു 1:2 റിസ്ക് റിവാർഡ് റിവേഴ്സൽ ട്രേഡർക്ക് പോസിബിലിറ്റി ഉണ്ട്. നേരെ മറിച്ച് ഈ ഒരു ദിവസം ഇതിന് അകത്തൊരു ട്രെൻഡ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ദാറ്റ് ഈ ദിവസം അയാൾക്ക് ട്രേഡേ എടുക്കാൻ ഒരു പക്ഷേ പറ്റുന്നുണ്ടാവില്ല. ഇനി എടുത്താൽ തന്നെ പ്രോഫിറ്റ് കിട്ടേണ്ട കാര്യവുമില്ല. പക്ഷേ ഒരു റിവേഴ്സൽ ട്രേഡർക്ക് അത് കിട്ടാം. നമ്മുടെ തന്നെ കുറച്ച് വീഡിയോസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. 1%, 1.1% മാത്രം ഓടിയിട്ടുള്ള മാർക്കറ്റിൽ പോലും നമുക്ക് 1:2 റിസ്ക് റിവാർഡ്, അതായത് 1% പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു സ്ട്രാറ്റജിയുടെ മാത്രം പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, മാർക്കറ്റിലെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ ബൈ ചെയ്യാനും ഏറ്റവും ഹയസ്റ്റ് പ്രൈസിൽ സെല്ലിംഗ് എൻട്രിയും നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത് മറ്റൊരു സ്ട്രാറ്റജിയും കൊടുക്കും എന്ന് നമ്മൾ ഇതുവരെ കണ്ട് മനസ്സിലാക്കിയിട്ടില്ല. ഓക്കെ, ഇനി ഈ ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ച് വലിയ റേഞ്ചാണ്. പക്ഷേ ഈ ഒരു ദിവസവും നമുക്ക് സൈഡ് വേസ് എന്ന് തന്നെ പറയാം. കാരണം ഇതിൻ്റെ ഹൈയും ലോയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2.7% ചേഞ്ച് ഉണ്ട്. ഈ ചേഞ്ചിനിടയ്ക്കും നമ്മൾ ഇതിൻ്റെ ഓപ്പണും ക്ലോസും തമ്മിലുള്ള വ്യത്യാസവും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 2.7% ചേഞ്ച് കൊടുത്തിട്ടുള്ള ഡേ ആണ്. ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്, അത് ക്ലോസ് ചെയ്തേക്കുന്നത് ഈ പോയിന്റിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൻ്റെ നെറ്റ് ആ ഡേയുടെ ക്ലോസും
ഓപ്പണും തമ്മിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. 0.5% ജസ്റ്റ് മുകളിൽ മാത്രമേ ഉള്ളൂ. 0.68% മാത്രമേ ഉള്ളൂ. അപ്പോൾ വലിയ മൂവൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ട്രെൻഡ് ട്രേഡർ ഇത് എവിടെ പോയിട്ടാണ് എൻട്രി എടുക്കാൻ പോകുന്നത് എന്നൊരു കൺഫ്യൂഷൻ ഇതിനകത്ത് നമുക്കുണ്ടാവാം. എന്നാൽ ഇവിടെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മളെ റിവേഴ്സൽ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം എൻട്രി പോയിൻറ്റ്സ് ഇവിടെ കണ്ടെത്താൻ നമുക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. നമ്മൾ ഈ ഒരു ക്ലോസിങ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ഫോൾ വന്നിട്ടുണ്ട്. വീണ്ടും പല തവണ ഇവിടെ ആ ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോരുന്ന ഭാഗത്തെ നമ്മൾ ഒരു ഓർഡർ ബ്ലോക്കായി ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഒരു സെല്ലിംഗ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് താഴത്തേക്ക് പോകുന്നു. ഇനി ഓപ്പൺ ചെയ്യുന്ന അതിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് നമ്മൾ അവിടെ എൻട്രി എടുത്തിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ കുറച്ച് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി അത് നമ്മളന്ന് ചെയ്തില്ല എങ്കിൽ പോലും തിരികെ വരുമ്പോഴും ഇതേ പോയിന്റിൽ വീണ്ടും വരുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ സെല്ല് ചെയ്താൽ പോലും അന്നത്തെ ദിവസം റിവേഴ്സൽ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് സെല്ല് ചെയ്താൽ പോലും അദ്ദേഹത്തിന് 1:2 റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു സൈഡ് വേസ് ആണ്. ട്രെൻഡിങ് ആയിട്ടുള്ള ട്രേഡ് എടുക്കാനിരിക്കുന്ന ഒരാൾക്ക് ഇവിടെ എവിടെ എൻട്രി എടുക്കും എന്നതിനെപ്പറ്റി നമുക്ക് കൺഫ്യൂഷനുണ്ട്. എന്നാലും റിവേഴ്സൽ ട്രേഡർക്ക് ഈ ദിവസവും 1:2 റിസ്ക് റിവാർഡ് സിമ്പിളി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു ഇതും ഒരു റേഞ്ച് സൈഡ് വേസ് ഡേ ആയിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. കാരണം ഇതിൻ്റെ ഓപ്പണും ഹൈയും ലോയും തമ്മിലുള്ള വ്യത്യാസം 1.8% ഉണ്ട് എങ്കിലും മാർക്കറ്റ് എങ്ങും പോയിട്ടില്ല. ഇതിൻ്റെ ഹൈ വെച്ചതും ലോ വെച്ചതിനും ഇടയിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസിംഗ് കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഏരിയയിൽ നിന്നും ക്ലോസ് ചെയ്ത ഏരിയയിലേക്ക് നമ്മൾ ഇവിടെയും കാണാൻ 0.6% മൂവേ മാർക്കറ്റ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ മാർക്കറ്റ് പലപ്പോഴും ട്രെൻഡിങ് മാർക്കറ്റ് നമുക്ക് വളരെ കുറവാണ് കാണാൻ കിട്ടുക. എന്നാൽ സൈഡ് വേസ് മാർക്കറ്റ് ധാരാളം കാണാൻ കിട്ടും. എന്നാൽ ഈ സൈഡ് വേസ് മാർക്കറ്റിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിക്ക് കിട്ടാവുന്ന വിൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 72%. ഇത് നമ്മൾ പറയുന്നത് വെറുതെ ഒരു പറച്ചിലിന് വേണ്ടി പറയുന്നതല്ല, മറിച്ച് ഒരു സ്ഥാപനം 10 വർഷത്തെ 2000-ഓളം വരുന്ന സ്റ്റോക്കുകളിൽ നടത്തിയ പഠനം ബാക്ക് ടെസ്റ്റിൽ നിന്ന് അവർ കണ്ടെത്തിയത് ട്രെൻഡ് ഫോളോവിങ് സ്ട്രാറ്റജികൾക്ക് കിട്ടുന്ന മാക്സിമം റിസൾട്ട് വിൻ റേഷ്യോ എന്ന് പറയുന്നത് 54% ആണെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജികൾ കൊടുക്കുന്ന മാക്സിമം റിസൾട്ട് എന്ന് പറയുന്നത് 72% വിൻ റേഷ്യോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു സൈഡ് വേസ് മാർക്കറ്റ് 70%. അപ്പോൾ തന്നെ നമുക്ക് 70% വിൻ റേഷ്യോ കിട്ടാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. ഇനി നമ്മൾ കണ്ടു ട്രെൻഡ് ആകുന്ന ദിവസങ്ങളിൽ തന്നെ അപ്പ് ട്രെൻഡ് ഉണ്ട്, ഡൗൺ ട്രെൻഡ് ഉണ്ട്. പക്ഷേ അപ്പോഴും നമുക്ക് കാണാം ഓപ്പൺ ചെയ്തിട്ട് താഴത്തേക്കൊരു പുഷ് കൊടുത്തിട്ടാണ് ഇത് തിരികെ കയറിപ്പോയേക്കുന്നത്. ഇനി ഈ പുഷ് ചെയ്തത് നമ്മളുടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരെ എത്തിയിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ വരുന്ന ദിവസങ്ങളുണ്ട്. അതായത് ഈ ട്രെൻഡിങ് ഡേയ്സിൽ ഓപ്പൺ ചെയ്തിട്ട് അതുപടി തന്നെ വൺ സൈഡ് പോകാതെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു ഉദാഹരണമാണ്. 2 ഈ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓപ്പൺ ചെയ്ത് അവിടുന്ന് 1 ഡയറക്ഷണൽ മൂവ് കൊടുത്തേക്കുവാണ്. ഇത്തരം ദിവസങ്ങളിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ യാതൊരുവിധ മാർഗ്ഗം ഉണ്ടാവത്തില്ല, നമ്മൾ ലോസിൽ കലാശിക്കും. നേരെ മറിച്ച് വേറെ ചില ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് ദിവസങ്ങൾ പിന്നിലേക്ക് പോയി നോക്കാം, എവിടെയെങ്കിലും അത് കണ്ടെത്താൻ പറ്റുമോ എന്ന്. ഈ ഒരു ദിവസം അതിനുള്ള നല്ലൊരു ഉദാഹരണമാണ്. അതായത് ഇതൊരു ട്രെൻഡിങ് ഡേ ആയിട്ടാണ് കലാശിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം വൺ സൈഡഡ് മൂവ് നല്ല രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട്. അത് ലോ ടു ഹൈ അന്നത്തെ ദിവസം മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത് 2.72%. എന്നിരുന്നാലും ഇത് ഓപ്പൺ ചെയ്ത് ആ ക്യാൻഡിലിൽ നിന്ന് അതേപടി താഴത്തേക്ക് പോവുകയല്ല ചെയ്തേക്കുന്നത്. നമുക്ക് കാണാം ചെറിയൊരു പുൾ ബാക്ക് പുഷ് മുകളിലേക്ക് കൊടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് ക്രാഷ് ആയേക്കുന്നത്. സോ ദാറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിനകത്ത് വോളിയം നിങ്ങൾക്ക് കാണാം 252K ഉണ്ട്, നല്ല മൂവ് താഴത്തേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാലും 249K വോളിയവുമുണ്ട്, നല്ല പെർസെൻറ്റേജ് ഓഫ് ചേഞ്ചിൽ നല്ലൊരു പുഷ് താഴത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്കിവിടെ അറിയാം ഇവിടെ നല്ല രീതിയിൽ ഡൗൺ സൈഡ് വോളിയം വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് അടുത്ത ദിവസം വർക്ക് ചെയ്യാൻ വളരെ സാധ്യതയുള്ള ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു എങ്കിൽ
ഈ റെസിസ്റ്റൻസിൽ കൃത്യമായി ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ഒരു ടച്ച് കൊടുത്തിട്ടാണ് മാർക്കറ്റ് ഡൗൺ സൈഡ് ഫോൾ ചെയ്തേക്കുന്നത്. സോ ദാറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് എൻട്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരെ നോക്കിക്കഴിഞ്ഞാൽ 2.5% റിസ്ക് റിവാർഡ്, അതായത് 1:5 RR റേഷ്യോ നമുക്കവിടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ട്രെൻഡ് ഡേയ്സിൽ പോലും നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ കാണുന്ന പോലെ 70% സൈഡ് വേസ് ഡേയ്സിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ലാത്ത സൈഡ് വേസ് ദിവസങ്ങളും വരാം. അങ്ങനെയുള്ള ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത അതേപടി താഴത്തേക്ക് പോയി എന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ പക്ഷേ ഇവിടെ നമുക്ക് കാണുന്ന പോലെ തന്നെ ഇവിടെ സൈഡ് വേസ് അല്ല, ഇത് ട്രെൻഡിങ് ആണെങ്കിലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടാതിരിക്കുകയുള്ളൂ. കാരണം ഓപ്പൺ ചെയ്തു വൺ ഡയറക്ഷനിൽ അത് താഴത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. നേരെ മറിച്ച് ഇവിടെ കാണാവുന്നത് ഇത് താഴത്ത് വന്ന് ഈ ലോയിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ട് റീബൗണ്ട് ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഇവിടെയും നമുക്ക് നല്ലൊരു എൻട്രി കിട്ടാനാണ് സാധ്യത. അപ്പോൾ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത അവിടെ നിന്നും വൺ ഡയറക്ഷണൽ മൂവ് അല്ല കൊടുക്കുന്നത് എങ്കിൽ, ഒന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടും. ഇപ്പോൾ ഈ ഒരു ദിവസം നോക്കിയാൽ നമുക്കിവിടെ കാണാം, ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. താഴത്ത് നമ്മൾ സപ്പോർട്ടിലേക്ക് മാർക്ക് ചെയ്തത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എൻട്രി കിട്ടത്തില്ല. നമ്മൾ പോയി മുകളിൽ നിന്ന് സെല്ല് ചെയ്യും. ഇങ്ങനെയുള്ള ദിവസം നമുക്ക് കാണാം നല്ലൊരു ട്രെൻഡിങ് ഡേ ആണ്, അന്ന് നമുക്ക് ലോസ് അടിക്കും. പക്ഷേ ഇത്തരം ട്രെൻഡിങ് ഡേയ്സ് നിങ്ങൾ കാണുന്നത് വളരെ വിരളമായിരിക്കും എന്നുള്ളതാണ് മാർക്കറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് 70% സൈഡ് വൈസ് മാർക്കറ്റായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി എടുക്കുന്നത് കൊണ്ടിട്ടായിരിക്കും നമുക്ക് കൂടുതൽ മെച്ചം കിട്ടാൻ സാധ്യത. ഇനി റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയുടെ പോരായ്മയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ നേരിടുന്നത്, ഇന്ന് നമ്മളിവിടെ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്ത് വെച്ചു, പക്ഷേ മാർക്കറ്റ് അതിന് മുകളിൽ ഒരു റെസിസ്റ്റൻസ് എടുത്ത് പോകുന്നതാണ് കണ്ടത്. അപ്പോൾ ഇത് എവിടെ വരെ വരും, എത്രയാണ്, എങ്ങനെയാണ് കാര്യങ്ങളൊന്നും നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മളിതെല്ലാം അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമുക്കറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇന്ന് ഏറ്റവും കൂടുതൽ വോളിയം വന്നിട്ടുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ്. ഈ കാണുന്നതാണ് ഇന്നത്തെ ഹയസ്റ്റ് വോളിയം. 1.01 മില്യൺ നമുക്ക് ഇന്നവിടെ ഓർഡർ കയറി വന്നേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ മാത്രമായിട്ടുള്ള വിസിബിൾ റേഞ്ച് ഇടുമ്പോൾ പോലും ഇവിടെ നല്ല രീതിയിൽ ഓർഡർ വന്നിരുന്നു. അപ്പോൾ ഇന്നലെ ലാസ്റ്റ് ക്ലോസിംഗ് ക്യാൻഡിലാണ് അത്രയും വോളിയം അവിടെ കയറി വന്നിട്ട് ഇവിടെ അത് കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ് ഇന്ന് ആ ഏരിയ നല്ല സപ്പോർട്ട് കൊടുത്ത് മുകളിലേക്ക് മാർക്കറ്റ് പോയി. അപ്പോൾ നമ്മൾ കണ്ടെത്തിയേക്കുന്ന ഓർഡർ ബ്ലോക്കുകൾ എപ്പോൾ ശരിയാകും, എപ്പോൾ ശരിയാവില്ല എന്നത്, ശരിയാകുമോ അത് തെറ്റിപ്പോകുമോ എന്നത് നമുക്കറിയത്തില്ല എന്നൊരു കുഴപ്പം ഇതിനകത്ത് ഉണ്ട്. നേരെ മറിച്ച് ട്രെൻഡ് ഫോളോവിങ് ആൾക്കാർ പൊതുവെ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് ആണെങ്കിൽ അത് തെറ്റിപ്പോകാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. പക്ഷേ ഒട്ടനവധി ദിവസം നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല എന്നൊരു പ്രശ്നവും കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, റിവേഴ്സൽസിന് ഇപ്പോൾ സൈഡ് വേസ് മാർക്കറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്, വിൻ റേഷ്യോ കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ആ ദിവസം നമ്മൾ എൻട്രി എടുക്കുന്ന പ്രൈസ് പോയിൻ്റ്, അന്ന് നമുക്ക് പ്രോഫിറ്റാണ് കിട്ടുന്നതെങ്കിൽ അത് മാർക്കറ്റിൻ്റെ എനിവേ ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റ് എന്നുള്ളൊരു ബൈ എൻട്രി ആവാം, അല്ലെങ്കിൽ നമ്മുടെ സെൽ എൻട്രി ആണെങ്കിൽ അത് അന്നത്തെ സ്റ്റോക്കിൻ്റെ ഏറ്റവും ഹൈ പ്രൈസിൽ നമുക്കൊരു പക്ഷേ സെല് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രിസിഷൻ സൈസ് എൻട്രി നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാകും റിവേഴ്സൽ സ്ട്രാറ്റജി ആണെങ്കിൽ. നേരെ മറിച്ച് ട്രെൻഡ് റിവേഴ്സൽസിൽ എപ്പോഴും നമ്മൾ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് മിസ് ഔട്ട് ചെയ്തതിന് ശേഷം ബാക്കി അവിടുന്ന് മാർക്കറ്റ് മുന്നിലേക്ക് പോകുന്നു എന്നുള്ള കൺഫർമേഷൻ എടുത്തിട്ടേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ബൈ ഡിഫോൾട്ട് നമുക്ക് കുറച്ചധികം മൂവ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാകും. ഒപ്പം തന്നെ നമ്പർ ഓഫ് ഡേയ്സും ട്രെൻഡിങ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ റിസ്ക് റിവാർഡ് എടുക്കാൻ, കൂടുതൽ ഹയർ റിസ്ക് റിവാർഡ് എടുക്കാനുള്ളൊരു സാധ്യതയും അവിടെ നമുക്ക് വളരെ കുറവുള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ട്രെൻഡിങ് അല്ലെങ്കിൽ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി തമ്മിലുള്ള യഥാർത്ഥത്തിലുള്ള വ്യത്യാസം നമുക്ക് പറയാവുന്നത്. ഇനി നമ്മളുടെ ഇന്നത്തെ ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്തത് പതിവ് പോലെ BPCLലാണ്. 283 രൂപ 50 പൈസ നമുക്ക് ലോസാണ് കിട്ടിയത്. നമ്മൾ എൻട്രി എടുത്തത് 9:15 സെൽ എൻട്രിയാണ് കൊടുത്തത്. നമുക്കറിയാം ഇന്ന് നല്ല ട്രെൻഡിങ്ങിലായിരുന്നു നമ്മുടെ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ 311 രൂപയിൽ നമ്മൾ സെല്ല് ചെയ്തു.
നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചിരുന്നത് 312.55 സ്ലിപ്പേജ് വന്നിട്ട് 312.75 നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായേക്കുന്നത്. സോ ദാറ്റ് ഇന്നത്തെ ജേണൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, നമ്മൾ ഈ മാസം ഇന്ന് 284 രൂപ ലോസും കൂടെ കൂടിയിട്ട് നമ്മൾ എൻട്രി എടുത്തത് 9.15 9.16 എക്സിറ്റായി. വളരെ വേഗത്തിലുള്ള മൂവായിരുന്നു. നമ്മൾ 162 ക്വാണ്ടിറ്റിയാണ് എൻട്രി എടുത്തിരുന്നത്. 311 നമ്മൾ ബൈ ചെയ്തു, 312.75 നമ്മൾ സെല്ല് ചെയ്തു. അപ്പോൾ ലോസ് നെറ്റ് നമുക്ക് സ്റ്റോക്ക് പ്രൈസിൽ 0.5% ലോസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. ഈ മാസം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 4 ദിവസം നമുക്ക് ലോസും 1 ദിവസം മാത്രമാണ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 25% വിൻ റേഷ്യോ മാത്രമേ നമുക്ക് സ്റ്റിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ഈ മാസത്തെ ടോട്ടൽ ലോസാണ് നമ്മളുള്ളത് 7.5%, 8%-ത്തിനടുത്ത് ലോസിലാണുള്ളത്. പക്ഷേ ഈ വർഷത്തിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 72 ദിവസം നമ്മൾ ടോട്ടൽ ട്രേഡ് ചെയ്തതിൽ 42 ദിവസം ലോസും 30 ദിവസം പ്രോഫിറ്റും, നെറ്റ് നമുക്ക് വിൻ റേഷ്യോ 42% കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റ് നമ്മൾ 10% പ്രോഫിറ്റിലാണ് ഈ വർഷത്തിൽ ഉള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ പ്രോഫിറ്റ് തീർച്ചയായിട്ടും ഒരു 40% അടുത്തേക്ക് നമുക്ക് കയറേണ്ടതാണ്. അതിനനുസരിച്ച് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കൂടുന്നുണ്ടാവും. ഈ മാസവും ഇനി നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാൻ സമയമുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്തപ്പോൾ നമുക്ക് കാണാം, കഴിഞ്ഞ മാസം നമുക്ക് 40% വിൻ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുന്നത്തെ മാസം 48% വിൻ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. തൊട്ട് മുന്നത്തെ മാസം 50% വിൻ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എസ്പെഷ്യലി ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് സ്ട്രാറ്റജി നമ്മൾ ചെയ്തൊരു പീരീഡ് ഉണ്ട്. അത് നമ്മളൊന്ന് കാണിച്ചു തരാം. ഇവിടെ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് ഇതൊരു ട്രെൻഡ് ഫോളോവിങ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്ത മാസം നമുക്ക് കിട്ടിയേക്കുന്ന 42% അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു ആ സ്ട്രാറ്റജി വെച്ചിട്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം 8% പ്രോഫിറ്റ് കിട്ടിയിരുന്നു. തൊട്ടടുത്ത മാസം വന്നപ്പോൾ വിൻ റേഷ്യോ അങ്ങ് കുറഞ്ഞു, 35 മാറി. എന്ന് മാത്രമല്ല കുറച്ചധികം ദിവസങ്ങളിൽ നമുക്ക് ട്രേഡ് എടുക്കാനും പറ്റിയില്ല. ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ട്രേഡ് ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ പോലും ചെയ്തിരുന്നു. ശരിയാണ്, ആ സ്ട്രാറ്റജി പറയുന്നത് വെച്ചിട്ട് നമുക്ക് എല്ലാ ദിവസങ്ങളിലും ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നല്ലൊരു എൻട്രി കിട്ടിയാൽ മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ മിസ്സാകുന്നത് കണ്ടപ്പോഴും ഒപ്പം തന്നെ വിൻ റേഷ്യോ കാര്യമായി കുറവ്, ഒരു മാസം മുഴുവൻ ട്രേഡ് ചെയ്തിട്ടും കാര്യമായ വിൻ റേഷ്യോയിൽ കുറവുള്ളത് കൊണ്ടിട്ടും നമ്മൾ ആ സ്ട്രാറ്റജിയിൽ അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല. സോ ദാറ്റ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞ് ആദ്യത്തെ മാസം തന്നെ നമ്മൾ 55% വിൻ റേഷ്യോ കിട്ടി. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ട്രെൻഡിങ് സ്ട്രാറ്റജികൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ കുറച്ചധികം നേരം ഒരു അരമണിക്കൂറെങ്കിലും നോക്കിയിരുന്ന് മാർക്കറ്റ് ട്രെൻഡ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്ത് അത് ട്രെൻഡായി എന്ന് കൺഫേം ചെയ്തിട്ട് വേണം നമ്മൾ എൻട്രി എടുക്കാൻ. അപ്പോൾ നമ്മുടെ തല കുറച്ചധികം റണ്ണിങ് മാർക്കറ്റിൽ വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ മാർക്കറ്റിൽ വലിയ ക്യാൻഡിൽസ്, വലിയ മൂവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കൺഫ്യൂഷനും മാർക്കറ്റ് ഉണ്ടാക്കും. കാരണം നമ്മൾ ലോജിക്കലി ഒരു ഡിസിഷൻ മാർക്കറ്റിനെ കണ്ടെടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ലൈവിൽ. നേരെ മറിച്ച് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി അല്ലെങ്കിൽ റിവേഴ്സൽ സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത്രയും വിൻ റേഷ്യോ കൂടാനുള്ള കാരണം ഇതാണ്. നമ്മൾ നാളെ എടുക്കേണ്ട ട്രേഡിനെ പറ്റി എൻട്രി എടുക്കേണ്ട ഭാഗങ്ങൾ ഇന്ന് തന്നെ കണ്ടെത്തി അടയാളപ്പെടുത്തി വെച്ചേക്കുവാണ്. നാളെ അവിടെ വരുമ്പോൾ നമുക്ക് അവിടെ ബൈ ആണോ ചെയ്യേണ്ടത് സെല്ലാണോ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇന്നേ അറിയാം. സോ ദാറ്റ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് അവിടെ ഓർഡർ ഇട്ടിട്ട് അങ്ങോട്ട് പ്രൈസ് വരാൻ വേണ്ടി കാത്തിരിക്കുക. നമ്മളൊരു ചൂണ്ട ഇട്ടിട്ടിരിക്കുന്നൊരു ഫീലാണ്. അങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ മീനിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓടുന്ന മീനിൻ്റെ പുറകിന് നമ്മൾ ഓടുന്നൊന്നുമില്ല, നമ്മളൊരിടത്ത് ഇരിക്കുകയാണ്. ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ കിട്ടി, ഇല്ലേ ഇല്ല. അങ്ങനെ നോക്കിയപ്പോൾ പോലും നമുക്ക് ലോജിക്കലി തിങ്കിങ് പ്രഷർ അവിടെ വരുന്നില്ല. മാർക്കറ്റിൽ എന്തൊക്കെ രീതിയിൽ മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്താലും നമ്മൾ അത് കണ്ടിട്ട് ചാടി ഇറങ്ങുന്നില്ല. നമുക്ക് ട്രേഡ് ചെയ്യേണ്ട പ്ലേസ് നമ്മൾ മുൻകൂട്ടി കണ്ട് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ എപ്പോൾ പ്രൈസ് വരുന്നോ അപ്പോൾ നമുക്ക് എൻട്രി കിട്ടിയാൽ മതി. സോ ദാറ്റ് ആ എൻട്രി നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഇടാം. ഇന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ആ എൻട്രി ഇട്ട് വെക്കാൻ സെറോദയുടെ അലർട്ട് ട്രിഗർ ഓർഡർ യൂസ് ചെയ്താൽ മതി. അതല്ല എങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു 9:15 ശേഷം നമ്മുടെ ബൈ ചെയ്യേണ്ട സ്ഥലത്ത് ഒരു എൻട്രി നമുക്ക് അഡ്വാൻസ് ഇടാം ആഫ്റ്റർ 9:15 ശേഷം. ഇനി സെല്ല് ചെയ്യേണ്ട പോയിന്റിൽ അഡ്വാൻസ് ആയിട്ട് എൻട്രി ഇട്ടിട്ട് വെക്കാം. അപ്പോൾ അവിടത്തേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്ത് നമുക്ക് എൻട്രി കിട്ടിക്കോളും.
അതുകൊണ്ട് തന്നെ നമുക്ക് ഇമോഷണൽ ഫീലിങ്ങുകളൊന്നും പിന്നെ ആ മാർക്കറ്റിൽ വരാനില്ല. സോ ദാറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി തുടങ്ങിയപ്പോൾ തന്നെ അത് റിവേഴ്സൽ സ്ട്രാറ്റജിയാണ് ബൈ ഡിഫോൾട്ട്. അതുകൊണ്ട് തന്നെ 55% വിൻ റേഷ്യോ നമുക്കവിടെ കിട്ടിയിരുന്നു. രണ്ടാമത്തെ മാസം നോക്കിയാൽ നമുക്കിവിടെ കാണാൻ പറ്റും, രണ്ടാമത്തെ മാസം ആ വിൻ റേഷ്യോ കുറച്ചും കൂടെ കൂടി നമുക്ക് 57% വിൻ റേഷ്യോ കിട്ടി. അപ്പോൾ മെജോറിറ്റി ട്രേഡ് നമ്മൾ വിൻ ചെയ്യുന്നു, വളരെ കുറച്ച് ട്രേഡേ നമ്മൾ ലോസ് അടിക്കുന്നുള്ളൂ. നമ്മുടെ പ്രോഫിറ്റും ഈ പറഞ്ഞ പോലെ 14%-ലേക്ക് ഉയർന്നു. തൊട്ട് മുന്നത്തെ മാസത്തെ 55% കിട്ടിയപ്പോൾ 11%. ഇനി അത് കഴിഞ്ഞുള്ള മാസത്തിലേക്ക് വന്നപ്പോഴും നമുക്കിവിടെ തന്നെ കാണാം 42% വിൻ റേഷ്യോ. അതായത് കണ്ടിന്യൂസ് ഇങ്ങനെ 2-3 മാസമൊക്കെ മറ്റൊരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടും, അതായത് ട്രെൻഡ് ഫോളോവിങ് ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടും നമുക്ക് 40%-ന് മുകളിൽ അല്ലെങ്കിൽ 50%-ന് മുകളിൽ കണ്ടിന്യൂസ് 2-3 മാസമൊന്നും നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. സോ ദാറ്റ് ഈ ഒരു സ്ട്രാറ്റജി വളരെ വലിയ രീതിയിൽ നമുക്കങ്ങനെ സഹായിച്ചു. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇവിടെയും നമുക്ക് വിൻ റേഷ്യോ 44% കിട്ടി. പക്ഷേ നമ്മൾ കുറച്ചധികം ഓവർ ട്രേഡ് ചെയ്തിട്ട് ഡിസിപ്ലിൻ ഇല്ലായ്മ കൊണ്ട് 21% ലോസിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ഈ ഒരു ജേണലിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകും. അതായത് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി നമ്മൾ പറയുന്ന പോലെ വിൻ റേഷ്യോ നല്ല രീതിയിൽ തരുന്നുണ്ട്. കൺസിസ്റ്റൻ്റ്ലി 40%-ന് മുകളിൽ ഇല്ല 50%-ന് മുകളിലൊക്കെ 2-3 മാസങ്ങളിൽ നമ്മളെപ്പോലെ വലിയ എക്സ്പെർട്ട് അല്ലാത്ത, അതർവൈസ് വലിയ എക്സ്പീരിയൻസ്ഡ് അല്ലാത്തൊരു ട്രേഡർക്ക് പോലും കിട്ടുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഡിസിപ്ലിനും കൂടെ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ നല്ല പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റും അതാത് മാസങ്ങളിൽ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ സ്ട്രാറ്റജി ഓക്കെ, എന്നിരുന്നാൽ പോലും ഡിസിപ്ലിൻ കറക്റ്റ് അല്ല എങ്കിൽ ലോസിലേക്ക് പോകും എന്നതും നമ്മൾ കണ്ട് മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായി. ഒന്ന്, ട്രെൻഡ് ഫോളോവിങ് സ്ട്രാറ്റജി ആണോ മികച്ചത്, അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ സ്ട്രാറ്റജി ആണോ എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി. ഇനി ഏത് മികച്ച സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ ഡിസിപ്ലിൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂജ് ലോസ് എടുക്കാൻ പറ്റും എന്നുള്ളതും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ. താങ്ക് യു.